പാലക്കാട്, കണ്ണൂർ, കൊല്ലം ഈ 3 ജില്ലകളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത്. ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ ഈ പരിശോധനയിലൂടെ പുറത്തുവരുന്നുണ്ട്. ഈ ജില്ലകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യയും പാലക്കാട്ട് നിന്ന് ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ആദ്യം ദിലീപ് ദേവസ്യയിലേക്ക്. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. പച്ചക്കറികളിലും പഴങ്ങളിലും കീടനാശിനി പ്രയോഗം കൂടുന്നു. അത് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന അളവിലേക്ക് വരെ എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന ഒരു കണ്ടെത്തലിലേക്ക് നമ്മൾ എത്തുകയാണ്. കൊല്ലത്തെ പച്ചക്കറികൾ എത്രത്തോളം സേഫാണ്, പഴങ്ങൾ എത്രത്തോളം സേഫാണ്, ഈ കീടനാശിനി പ്രയോഗമൊക്കെ ഉള്ളവയാണോ എന്നത് ഉറപ്പാക്കാൻ എന്തെങ്കിലും പരിശോധനകൾ അവിടെ സമയബന്ധിതമായി നടക്കുന്നുണ്ടോ ദിലീപ്? സുജിയ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുക. നമ്മുടെയൊക്കെ തീന്മേശയുടെ മുകളിൽ നമ്മൾ പഴങ്ങളെല്ലാം വാങ്ങി കൊണ്ടുവരുന്നുണ്ട്. ഇത്തരം പഴവർഗ്ഗങ്ങൾ നമ്മൾ വാങ്ങി കൊണ്ടുവരുമ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ കഴിയുമ്പോൾ സാധാരണ നമ്മളെ വീട്ടിലെ കൊലവെട്ടി പഴുപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അതിലിട്ട് ചെറിയ പ്രാണികൾ വരുന്നത് കാണാം. ആ പ്രാണികൾ വന്നിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ പഴങ്ങളിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രാണികൾ 3 ദിവസമല്ല 4 ദിവസം കഴിഞ്ഞാലും വരാത്ത സ്ഥിതി നമുക്ക് കാണാം. അതൊരു ഉദാഹരണമാണ്. അങ്ങനെ നിരവധി ഈ പഴവർഗ്ഗങ്ങളിലേക്കാണ് ഇപ്പോൾ കീടനാശിനി തളിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. നമ്മൾ കൊല്ലത്തേക്ക് എത്തുകയാണെങ്കിൽ കൊല്ലം പാവൂർ സത്ര എന്ന് പറഞ്ഞ, അതായത് തമിഴ്നാട്ടിലുള്ള പാവൂർ സത്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതലുള്ള പഴം പച്ചക്കറികൾ അതിർത്തി വഴി, അതായത് ആര്യങ്കാവ് അതിർത്തി പിന്നിട്ടുകൊണ്ട് കൊല്ലത്തേക്ക് എത്തുന്നത്. കൊല്ലത്ത് പുനലൂരിലെത്തിയ ശേഷം അത് അവിടെ നിന്ന് കിഴക്കൻ മേഖലകളിലേക്കും അതോടൊപ്പം തന്നെ നഗരത്തിലേക്കും സാധാരണഗതിയിൽ എത്തുകയാണ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കൊല്ലത്തേക്ക് പഴവും പച്ചക്കറിയും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പഴവും പച്ചക്കറികളുമാണ് ഈ കടകളിൽ സൂക്ഷിച്ചിരുന്നത്. ഈ കടകളിൽ വിൽപ്പനയ്ക്ക് നടത്തുന്ന ഇതിന്റെ സാമ്പിളുകളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് എടുത്തത്. ഇപ്പോൾ നമ്മൾ കടക്കാരുമായി സംസാരിച്ചപ്പോൾ ദയവ് ചെയ്ത് ഈ കടകൾക്ക് മുന്നിൽ നിന്ന് നിങ്ങൾ ലൈവ് നൽകരുത്, ഞങ്ങളുടെ കച്ചവടം പൂട്ടിപ്പോകും എന്നാണ് പറയുന്നത്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരുടെയും കച്ചവടം പൂട്ടിക്കാനല്ലോ ദിലീപ്. പച്ചക്കറിയും പഴങ്ങളും ഒക്കെ സേഫ് ആണോ എന്നത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 3 ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് പരിശോധന നടത്തിയത്. പാലക്കാട്, കണ്ണൂർ, കൊല്ലം ഈ 3 ജില്ലകളിൽ നിന്നുമുള്ള സാമ്പിൾസ് എടുത്തു. പഴത്തിലും പച്ചക്കറിയിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശേഖരിച്ച 202 സാമ്പിളുകളിൽ 43 എണ്ണത്തിൽ അളവിൽ കൂടുതൽ കീടനാശിനി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയും വഴുതനയും കത്തിരിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും പയറും ഒക്കെ വിൽക്കുന്നവർ അതിന്റെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കേണ്ടതില്ലേ? അവരോട് ചോദിക്കാം ദിലീപ്. സുജിയ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവർ പറയുന്നത് ഞങ്ങൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അത് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തേണ്ടത്. അത് മാർക്കറ്റിലേക്ക് അതിർത്തി കഴിഞ്ഞ് വരുമ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ ഈ കമ്പോളത്തിൽ എത്തുന്നു. കമ്പോളം വഴിയാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഏറ്റവും കൂടുതലായിട്ട് എത്തുന്നത് ഇത്തരം സാധനങ്ങൾ അതിർത്തി കടന്നു വരികയാണ്. അപ്പോൾ പരിശോധന നടത്തേണ്ടത് അവിടെയാണ്. ഞങ്ങൾ വിൽക്കാൻ വെക്കുന്നത്, ഞങ്ങൾ പഴിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞു